കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പത്തനംതിട്ട ജില്ല സംഘടിപ്പിച്ചിരിക്കുന്ന മാർച്ചും ധരണിയും ഇതാ ഈ വാഹനത്തിന്റെ പുറകെ കടന്നു വരികയാണ്. കള്ള ടാക്സികൾക്കും ഫ്രണ്ട് കാറുകൾക്കും എതിരായിട്ട് പത്തനംതിട്ട ജില്ലയിലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പാവപ്പെട്ട ടാക്സി ഡ്രൈവർമാരുടെ അന്നത്തിൽ മണ്ണുവാരിയിടുന്ന കള്ള ടാക്സിക്കും ഫ്രണ്ട് കാറിനും എതിരായിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് ഈ പത്തനംതിട്ട ജില്ലയെ പത്തനംതിട്ട ജില്ലയുടെ രാജവീതിയിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ ആശ്വാസത്തിലേക്കുള്ള മാർച്ച് ഏതാനും നിമിഷങ്ങൾ ആശ്വാസത്തിന്റെ എത്തിച്ചേരുന്നതും ബഹുമാനപ്പെട്ട കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാജി തമ്പാനൂർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആളാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും സോൺ കമ്മിറ്റിയുടെയും എല്ലാ ഭാരവാഹികളും എല്ലാ പ്രവർത്തകരും അണിനിരക്കുന്ന ഒരു മഹാമാർച്ച് പ്രതിഷേധ മാർച്ചും ധർണയുമാണ്. നമ്മുടെ ടാക്സി കുടുംബങ്ങൾക്കും ടാക്സി മേഖലയ്ക്കും ഭീഷണി അയക്കുന്ന പല പല കാര്യങ്ങളുമായിട്ട് വ്യാജ കാറുകളും വ്യാജ ടാക്സികൾക്കും എതിരെയുള്ള പ്രതിഷേധമാണ്. പത്തനംതിട്ട ആർ ടി ഓഫീസിലാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. അതിൽ കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എയർപോർട്ട് ടാക്സിൽ പാർക്കിങ്ങിനെ കുറിച്ചും ടാക്സിൽ വിളിക്കുക. ഈ വാഹനമൊന്ന് പാർക്ക് ചെയ്യാനുള്ള പുതിയ സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, സോൺ ഭാരവാഹികളെ, കടന്നു വന്ന പ്രവർത്തകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മളുടെ പ്രതിഷേധ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യപരിപാടി ആരംഭിക്കുകയാണ്. രാവിലെ 9:30 തന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും പത്തനംതിട്ട പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എത്തിച്ചേർന്നതിന് ശേഷം ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആർ ടി ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ എത്തിച്ചേർന്നിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ആർ ടി ഓഫീസിലെ ബഹുമാനപ്പെട്ട സാറുമാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. കാരണം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും നമ്മളുടെ ഉപജീവന മാർഗത്തിൽ മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ചൊക്കെ നമ്മൾ സാറുമാരോട് സംസാരിച്ചു. ഇന്ന് ഈ സമരം നമ്മളൊരു സൂചനയാണ്. ഇവിടെ ഇതിൽ നമുക്കൊരു നിയമപരമായ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ രാത്രിയെന്നില്ല പകലെന്നില്ല നമ്മളിവിടെ നമ്മുടെ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ സമരത്തിന് മുന്നോട്ട് പോകും. കാരണം രാപ്പകൽ സമരം നേരിടാനുള്ള കരുത്തോടെ ഞങ്ങളുടെ പ്രവർത്തകർ ഇത് ഒരു പ്രസ്താവനയല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരവധി പരാതികളിലൂടെ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് മന്ത്രി പറഞ്ഞത് നിങ്ങൾ നേരെ എൻഫോഴ്സ്മെന്റിലും ആർ ടി ഓഫീസിലും പരാതി കൊടുത്തു, ഞങ്ങൾ വേണ്ട ക്രമീകരണം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പരാതി കൊടുത്തിട്ട് പോരുമ്പോൾ ഇവിടെ വരുമ്പോൾ പറയുന്നത് നോക്കാം ചെയ്യാൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് പല പ്രവർത്തകരും പല വാഹനങ്ങൾ പറയുമ്പോൾ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടും നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ പോലും അസഭ്യം പറഞ്ഞുകൊണ്ടാണ് ഈ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുന്നത്. അങ്ങനെ പോകുന്ന വാഹനങ്ങൾക്ക് ഒരു തടയിടാൻ വേണ്ടി, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു പ്രകടനം ഈ ഓഫീസിന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്ന എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മീറ്റിംഗ് ആരംഭിക്കുന്നതിന്റെ നടപടിക്രമത്തിലേക്ക് പോകുന്നു. സ്നേഹമുള്ള PTDO സഹപ്രവർത്തകരെ, ഇന്ന് ഈ ധർണയിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ RT ഓഫീസിന്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നത്. ഈ
KTDO എന്ന പ്രസ്ഥാനം കേരളത്തിലെ ടാക്സി ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ നിരവധി പരാതികൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും അതുപോലെ തന്നെ എല്ലാ ജില്ലയിലെ RTOമാർക്കും ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. നമ്മളൊരു പരാതിയും കൊണ്ട് RTO ഓഫീസിൽ ചെല്ലുമ്പോൾ അവളൊരു വളരെ സന്തോഷത്തോടെ ചിരിച്ച് നമ്മുടെ നിന്ന് പരാതി മേടിക്കും. പരാതി മേടിച്ചിട്ട് ഏതെങ്കിലും ഫയലിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനിയും ഇങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. കേരളത്തിലെ ടാക്സി പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചാൽ തീർച്ചയായും ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. പത്തനംതിട്ട ജില്ലയിലെ മലയോര പ്രദേശത്തെ RTO ഓഫീസുകളിൽ എല്ലാം തന്നെ നമ്മളുടെ ഓരോ സോണിന്റെയും പരിധിയിലുള്ള സകല വണ്ടികളുടെ സകല കള്ള ടാക്സികളുടെയും റെന്റക്കാരന്റെയും നമ്പറുകൾ നമ്മൾ സകല RTO ഓഫീസുകളിലും കൊടുത്തു. അതുകൂടാതെ നമ്മുടെ മന്ത്രിക്ക് കൊടുത്തു. എന്നിട്ടൊന്നും നമുക്ക് ഒരു പ്രതികരണം പോലും നമുക്ക് നേരിടാൻ സാധിച്ചില്ല. എന്നിരുന്നാല് നമ്മൾ ഒരു വ്യക്തമായിട്ട് ഉള്ള തെളിവുകൾ പോലും അറിയിച്ച പോലും ഈ അധികാരികൾ നമ്മളെ കണ്ണടക്കുകയാണ്. നമ്മളൊരു വാഹനം കള്ള ടാക്സി പോകുന്നു എന്ന് കണ്ട് നമ്മൾ വിളിച്ച് അറിയിച്ച പോലും അവര് ഒന്നുകിൽ പറയും ഇവിടെ ഓഫീസിൽ രണ്ടുപേരെ ഉള്ളൂ ഡ്യൂട്ടിക്ക്, അല്ലെങ്കിൽ രണ്ടുപേരെ ലീവ് ആയിരുന്നു എന്നുള്ള പഴി പറഞ്ഞ് നമ്മളെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ പോലെയുള്ള ടാക്സികൾക്ക് എതിരെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാരികളുടെ മുന്നിൽ കൂടെയും നമ്മളുടെ സ്റ്റാൻഡുകളുടെ മുന്നിൽ കൂടെയും ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കള്ള ടാക്സിക്കെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്.